നമുക്കറിയാം, ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ റൗദയിലെ തൂണുകൾ. പ്രവാചകന്റെ കാലത്ത് ഇസ്ലാമിന്റെ കോടതിയും പാഠശാലയും കൂടിയാലോചനാ മന്ദിരവുമെല്ലാം റൗദയായിരുന്നു. പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്നത് അവിടെ നിന്നായിരുന്നു. രാഷ്ട്രത്തിന്റെ ഭരണകാര്യങ്ങളടക്കം സർവ്വതും തീരുമാനിക്കപ്പെട്ടിരുന്നതും അവിടെ വെച്ചായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഏറെ ചരിത്ര സംഭവങ്ങൾക്ക് റൗദ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. വെള്ള മാർബിൾ പതിച്ച നിലയിൽ റൗദയിൽ കാണപ്പെടുന്ന തൂണുകളിൽ അഥവാ ഉസ്തുവാനകൾ ചില അത്തരം ചരിത്ര മുഹൂർത്തങ്ങളെ വിളിച്ചറിയിക്കുന്നവയാണ്. മുകളിൽ പ്രത്യേകമായി മാർക്ക് ചെയ്ത പച്ച നിറത്തിൽ അവയുടെ നാമങ്ങൾ എഴുതി വെക്കപ്പെട്ടത് നമുക്ക് കാണാം. ഉസ്തുവാനത്തു ആയിഷയാണ് അതിൽ പ്രധാനം. റൗദയിൽ മിമ്പറിന്റെ ഇടതുഭാഗത്തായി മൂന്നാമത് വരുന്ന തൂണാണിത്. ഖിബ്ല മാറ്റം ഉണ്ടായതിനു ശേഷം കുറച്ചുകാലം ഈ തൂണിനെ അഭിമുഖീകരിച്ചായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരങ്ങൾ നേതൃത്വം നൽകിയിരുന്നത്. ഈ തൂണിന്റെ മഹത്വം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അതിനരികിൽ നമസ്കാരം ലഭിക്കുന്നതിനായി ആളുകൾ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. ബുഖാരി. ഹസ്രത്ത് ആയിഷയാണ് ഈ വിഷയമായി വന്ന തിരുവചനങ്ങൾ ഏറെയും നിവേദനം ചെയ്തത് എന്ന കാരണത്താൽ ഇതിന് ഉസ്തുവാനത്തുൽ ആയിഷയുടെ സ്തൂപം എന്ന പേർ വന്നു.